നിയമസഭയിൽ 3-2 ഭൂരിപക്ഷത്തോടെ പൂർണ്ണ ആധിപത്യം പുലർത്തുന്ന ബി.ജെ.പിക്ക് മറ്റ് പാർട്ടികളുടെ പിന്തുണ ആവശ്യമില്ല. എന്നിട്ടും 80 അംഗങ്ങളുള്ള ടി.എം.സിയിലെ ആഭ്യന്തര ഭിന്നതകളെ അതീവ സംതൃപ്തിയോടെയാണ് ബി.ജെ.പി വീക്ഷിക്കുന്നത്. പാർലമെന്റിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ ബംഗാളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്നുറപ്പാണ്. തൃണമൂൽ പിളരുന്നതിലൂടെ പാർലമെന്റിൽ നേട്ടം ലഭിക്കുക ബി.ജെ.പിക്ക് തന്നെയാണ്. നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ സുഗമമായി പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം നിലവിൽ പാർലമെന്റിൽ എൻ.ഡി.എ സഖ്യത്തിനില്ല. തൃണമൂൽ കോൺഗ്രസ് വിഘടിക്കുന്നതോടെ അവരുടെ എം.പിമാർ പ്രത്യേക ഗ്രൂപ്പായി മാറി കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന നിയമനിർമ്മാണങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് ബി.ജെ.പി നേതൃത്വം കണക്കുകൂട്ടുന്നത്. മമതാ ബാനർജി നിർദ്ദേശിച്ച മുതിർന്ന നേതാവ് സോബൻ ദേബ് ചതോപാധ്യായെ മറികടന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഋതഭ്രത ബാനർജി ബുധനാഴ്ച ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കപ്പെട്ടത് തൃണമൂലിന് വലിയ തിരിച്ചടിയാണ്. പാർട്ടിയുടെ 80 എം.എൽ.എമാരിൽ 58 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അവകാശപ്പെട്ട ഋതഭ്രത വിമത ക്യാമ്പിൽ ചുരുങ്ങിയത് 60 പേരുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തൃണമൂലിൽ ആസന്നമായ പിളർപ്പ് പാർലമെന്റിൽ എൻ.ഡി.എ സർക്കാരിന് അനുകൂലമായ ഒരു പുതിയ പ്രതിപക്ഷ ചേരി രൂപപ്പെടാൻ സഹായിക്കുമെന്നാണ് ചില ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേനയിലും എൻ.സി.പിയിലും ഉണ്ടായ പിളർപ്പുകളോടും അടുത്തിടെ ആം ആദ്മി പാർട്ടിയിലുണ്ടായ ഭിന്നതയോടുമാണ് ബംഗാളിലെ സംഭവ വികാസങ്ങളെ ബി.ജെ.പി വൃത്തങ്ങൾ ഉപമിക്കുന്നത്. എ.പി.യുടെ 10 രാജ്യസഭാ എം.പിമാരിൽ രാഘവ് ചദ്ധയുടെ നേതൃത്വത്തിലുള്ള 7 പേർ ബി.ജെ.പി പാളയത്തിലെത്തിയതോടെ 245 അംഗ ഉപരിസഭയിൽ എൻ.ഡി.എയുടെ ഫലം 141 ഉയർന്നിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാത്തതിന് കറമായിക്കാൻ ഇത്തരം പ്രാദേശിക പാർട്ടികളിലെ പിളർപ്പുകളിലൂടെ സാധിക്കുമെന്നാണ് ബി.ജെ.പി വിലയിരുത്തുന്നത്. ലോക്സഭയിലെ പരമാവധി സീറ്റുകളുടെ എണ്ണം 545 നിന്നും 850 ഉയർത്താനും മണ്ഡല അതിർത്തികൾ പുനർനിർണയിക്കാനും ലക്ഷ്യമിട്ടുള്ള 131 ഭരണഘടനാ ഭേദഗതി ബില്ല് കഴിഞ്ഞ ഏപ്രിലിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടിരുന്നു. 3-2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ ഈ തിരിച്ചടി മറികടക്കാൻ ബില്ല് വീണ്ടും കൊണ്ടുവരാനും ഒപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാസാക്കാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിന് ബംഗാളിലെ പിളർപ്പ് അവരെ സഹായിക്കും. സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ട തൃണമൂൽ കോൺഗ്രസ്, ഡി.എം.കെ എന്നീ പാർട്ടികളിലേക്ക് ബി.ജെ.പി നേതൃത്വം ചർച്ചകൾക്കായി ഇതിനകം നീങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് പാർട്ടി ജോസഫ് വിജയുടെ ടി.വി.കെ സർക്കാരിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചതോടെ ഡി.എം.കെയും ആടിയുലയുകയാണ്. ഈ സാഹചര്യത്തിൽ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന സൂചന ഡി.എം.കെ നൽകിയതായാണ് വിവരം. കഴിഞ്ഞ ഏപ്രിലിൽ ബില്ല് ലോക്സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ്, ഡി.എം.കെ, തൃണമൂൽ കോൺഗ്രസ് എന്നിവരടങ്ങുന്ന ഇന്ത്യ സഖ്യം ഒന്നിച്ച് 230 വോട്ടുകളോടെ ബില്ലിനെ എതിർത്തിരുന്നു. എൻ.ഡി.എക്ക് അന്ന് 298 വോട്ടുകളാണ് ലഭിച്ചത്. ലോക്സഭയിൽ ഡി.എം.കെക്ക് 20ഉം തൃണമൂലിന് 28 എം.പിമാരുണ്ട്. വനിതാ സംവരണ നിയമം നടപ്പാക്കുന്നതുമായി മണ്ഡല പുനർനിർണയത്തെ ബന്ധിപ്പിക്കുന്നതിനെതിരെയും ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറയ്ക്കുമെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം ബില്ലിനെ എതിർത്തത്. എന്നാൽ ഡി.എം.കെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ എൻ.ഡി.എക്ക് 3-2 ഭൂരിപക്ഷത്തിന് വെറും 42 വോട്ടുകൾ കൂടി മതിയാകും. ഇതിനു പുറമെ തൃണമൂലിൽ നിന്ന് പിളർന്നു മാറുന്ന 15 മുതൽ 25 വരെ അടങ്ങുന്ന എം.പിമാരുടെ ഒരു സംഘം കൂടി എത്തിയാൽ ബി.ജെ.പിക്ക് ലക്ഷ്യം വളരെ എളുപ്പമാകുമെന്നും ഈ ഘട്ടത്തിൽ പറയാം.